ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിന്റ്. എന്നും നമ്മൾ സിനിമ വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെ പങ്കുവെക്കാറുണ്ട്. സോ ഇന്നത്തെ അപ്ഡേറ്റുകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത ഒരു ഫീൽ ഗുഡ് ഡ്രാമ മൂവിയാണ് ഗെറ്റ് സെറ്റ് ബേബി. തിയേറ്ററുകളിൽ പരാജയമായി മാറിയ ഗെറ്റ് സെറ്റ് ബേബി ഇപ്പോൾ OTT റിലീസിലേക്ക് കടക്കുന്നു. മനോരമ മാക്സ് ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഗെറ്റ് സെറ്റ് ബേബി ഈ വരുന്ന ഓഗസ്റ്റ് 6-ാം തീയതി മുതൽ മനോരമ മാക്സിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ആലപ്പുഴ ജിങ്കാനയ്ക്ക് ശേഷം നസ്ലിൻ നായകനാവുന്ന ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ബോഗൻ വില്ലയ്ക്ക് ശേഷം അമൽ നീരദ് നസ്ലിനെ നായകനാക്കി ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്നു. ഓൾറെഡി അമൽ നീരദ് ലാലേട്ടനെ നായകനാക്കി ഒരു സിനിമ ചെയ്യുന്നുവെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ലാലേട്ടൻ മൂവിക്ക് മുമ്പ് തന്നെ നസ്ലിൻ അമൽ നീരദ് സിനിമ സംഭവിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ധ്യാൻ ശ്രീനിവാസൻ നായകനായി റീസെന്റായി തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണല്ലോ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ OTT റിലീസ് തീയതി പ്രഖ്യാപനത്തിനായി കാത്തിരിക്കാം. നിവിൻ പോളിയെ നായകനാക്കി സഞ്ജയ് ബോബിയുടെ തിരക്കഥയിൽ അരുൺ വർമ്മ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ബേബി ഗേൾ. മാജിക് ഫ്രെയിംസിന് വേണ്ടി ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ബേബി ഗേൾ എന്ന ഈ ചിത്രം വരുന്ന ഒക്ടോബർ മാസം പൂജ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ മൂവി ടീം പ്ലാൻ ചെയ്യുന്നതായി ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി തിയേറ്ററുകളിൽ നിന്നും സർപ്രൈസ് വിജയം സ്വന്തമാക്കിയ ഒരു സിനിമയായിരുന്നല്ലോ പടക്കളം. ഇപ്പോൾ പടക്കളത്തിന്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് മൂവി ടീം പുറത്തുവിട്ടിട്ടുണ്ട്. പടക്കളത്തിന്റെ ടോട്ടൽ കേരള കളക്ഷൻ 12,55 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 60 ലക്ഷം രൂപയും ഓവർസീസ് കളക്ഷൻ 4,30 ലക്ഷം രൂപയുമാണ്. ഏകദേശം 6 കോടി രൂപ ബഡ്ജറ്റ് കണക്കാക്കുന്ന പടക്കളത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 17,45 ലക്ഷം രൂപയും. ഇതുകൂടാതെ 7 കോടി രൂപയോളം സിനിമയ്ക്ക് ബിസിനസ് കളക്ഷനും നടന്നിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഹോളിവുഡിൽ നിന്നും അടുത്ത വർഷം വൻ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന ഒരു മാർവൽ സൂപ്പർ ഹീറോ ചിത്രമാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ചിത്രത്തിന്റെ ആദ്യഘട്ട ഷൂട്ടിംഗ് വർക്കുകൾ ഈ വരുന്ന ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ ആരംഭിക്കുമെന്ന് മാർവൽ തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. 2026 ജൂൺ 31-നാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ തിയേറ്ററുകളിലേക്ക് എത്തുക. റീസെന്റായി തിയേറ്ററുകളിലേക്ക് എത്തി തിയേറ്ററുകളിൽ നിന്നും ആവറേജ് വിജയം സ്വന്തമാക്കിയ ഒരു കോമഡി ഫാമിലി മൂവിയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഈ ചിത്രം ഇപ്പോൾ OTT റിലീസിലേക്ക് കടക്കുകയാണ്. മനോരമ മാക്സ് തന്നെയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികളുടെയും OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം വരുന്ന ജൂലൈ 26-ാം തീയതി OTT റിലീസ് ചെയ്യും. വിജയ് ദേവരകൊണ്ട നായകനായി ഇനി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് കിങ്ഡം. പല ആവർത്തി റിലീസ് തീരുമാനിക്കുകയും പിന്നീട് റിലീസ് മാറ്റിവെക്കുകയും ചെയ്ത കിങ്ഡം സിനിമയുടെ ഏറ്റവും പുതിയ റിലീസ് പ്രഖ്യാപനം ഈ വരുന്ന തിങ്കളാഴ്ച പുറത്തു വരുമെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. ഷെയ്ൻ നിഗത്തിനെ നായകനാക്കി ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്തു വരുന്ന ഒരു തമിഴ് മലയാളം ബയോലിംഗൽ മൂവിയാണ് ബാൾട്ടി. ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഈ വർഷം ഓണം റിലീസായി വരുന്ന ഓഗസ്റ്റ് 29-ാം തീയതി ബൾട്ടി തിയേറ്ററുകളിലേക്ക് എത്തും. ടൊവിനോ തോമസ്, സൗബിൻ ഷാഹിർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തി തിയേറ്ററുകളിൽ വൻ പരാജയമായി മാറിയ നടികർ എന്ന ചിത്രം റിലീസിനെത്തി ഒരു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ OTT റിലീസിലേക്ക് കടക്കുന്നു. സൈന പ്ലേ ആണ് നടികറിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഈ വരുന്ന ജൂലൈ 10-ാം തീയതി സൈന പ്ലേയിലൂടെ OTT റിലീസ് ചെയ്യും. അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും പുതിയ സിനിമാ വാർത്തകളും അപ്ഡേറ്റുകളും എത്രയും വേഗത്തിൽ നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുവാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് റിവ്യൂ പോയിന്റ് എന്ന നമ്മുടെ വാട്സ്ആപ്പ് പേജിൽ ജോയിൻ ചെയ്യുക. ആന്റണി വർഗീസിനെ നായകനാക്കി പോൾ ജോർജ് സംവിധാനം ചെയ്തു വരുന്ന ഒരു ആക്ഷൻ ത്രില്ലർ അഡ്വഞ്ചർ മൂവിയാണ് കാട്ടാളൻ. ആന്റണി വർഗീസിനൊപ്പം സിദ്ദിഖ്, ജഗദീഷ്, കബീർ ദുഹാൻ സിംഗ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കാട്ടാളൻ സിനിമയ്ക്ക് ഡയലോഗ്സ് എഴുതുന്നത് ഉണ്ണിയാർ ആണെന്നുള്ള വിവരം മൂവി ടീം ഇപ്പോൾ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ മുഖേന അറിയിച്ചിട്ടുണ്ട്. മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം ക്യൂബ് എന്റർടൈൻമെന്റ്സിന് വേണ്ടി ഷെരീഫ് മുഹമ്മദ് ആണ് കാട്ടാളൻ നിർമ്മിക്കുന്നത്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ കൂലി. റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കൂലി ചിത്രത്തിന്റെ ട്രെയിലർ എപ്പോഴാണ് പുറത്തു വരികയെന്ന് പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഈ വരുന്ന ജൂലൈ 27-ന് കൂലിയുടെ ട്രെയിലർ പുറത്തു വരാനാണ് സാധ്യത. ഇതിനിടയിൽ കൂലി സിനിമയുമായി ബന്ധപ്പെട്ട് നിരവധി റൂമറുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായി ഷെയർ ചെയ്യപ്പെടുന്ന ഒരു ന്യൂസ് എന്തെന്നാൽ രജനിക്കൊപ്പം അമീർ ഖാൻ, സൗബിൻ ഷാഹിർ എന്നിവർ ചിത്രത്തിൽ രജനിയുടെ ദേവ എന്ന കഥാപാത്രത്തിന്റെ സഹോദരങ്ങളായിട്ടാവും എത്തുകയെന്നാണ് പറയപ്പെടുന്നത്. അതായത് ലിയോയിൽ നമ്മൾ കണ്ട ദാസ് ബ്രദേഴ്സിനെ പോലെ കൂലിയിൽ രജനികാന്തിന്റെ ദേവ, അമീർ ഖാന്റെ ദഹ, സൗബിൻ ഷാഹിറിന്റെ ദയാൽ എന്നിങ്ങനെ ഡി ബ്രദേഴ്സിനെ കാണാനാവുമെന്നാണ് ഈ വാർത്തകളിൽ സൂചിപ്പിക്കുന്നത്. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ബബ്ബബ്ബ എന്ന ചിത്രത്തിന്റെ ആദ്യ ടീസർ ഇന്നലെ മൂവി ടീം പുറത്തുവിട്ടിരുന്നു. ടീസർ പുറത്തു വന്ന് വെറും 12 മണിക്കൂറുകൾ കൊണ്ട് തന്നെ 2 മില്യൺ വ്യൂസ് നേടി യൂട്യൂബിൽ ടീസർ ട്രെൻഡിംഗ് പൊസിഷനിൽ 1-ാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ ലാലേട്ടൻ ബബ്ബബ്ബയിൽ എന്നാണ് ജോയിൻ ചെയ്യുകയെന്ന് പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഈ വരുന്ന ജൂലൈ 10-ാം തീയതി മുതൽ ലാലേട്ടനും ബബ്ബബ്ബയുടെ അവസാനഘട്ട ചിത്രീകരണത്തിൽ പങ്കുചേരും. ഉണ്ണി മുകുന്ദൻ നായകനായി കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി മെഗാ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ഒരു മലയാളം പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ മാർക്കോ. ചിത്രം ഇറങ്ങിയത് മുതൽ മാർക്കോ 2 ഉണ്ടാവുമെന്ന് മൂവി ടീം പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് മാർക്കോ 2 ഉപേക്ഷിച്ചെന്ന് ഉണ്ണി മുകുന്ദൻ തന്നെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ മാർക്കോ 2 ഉപേക്ഷിച്ചിട്ടില്ല എന്നും ഏതോ ഒരു വൈകാരിക നിമിഷത്തിൽ ഉണ്ണി മുകുന്ദൻ അങ്ങനെ പറഞ്ഞതാണെന്നും ഉടൻ തന്നെ മാർക്കോ 2-ാം ഭാഗം ഉണ്ണി മുകുന്ദനെ നായകനാക്കി ചെയ്യുമെന്നും ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ടീം തന്നെ ഇപ്പോൾ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 2025 വർഷത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ സിനിമകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. 10-ാം
8-ാം സ്ഥാനത്ത് ഹിറ്റ് 3 ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 115 കോടി രൂപ. 9-ാം സ്ഥാനത്ത് ഡാക് മഹാരാജ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 116 കോടി 50 ലക്ഷം രൂപ. 8-ാം സ്ഥാനത്ത് കുബേര ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 130 കോടി രൂപ. 7-ാം സ്ഥാനത്ത് വിടാമുയർച്ചി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 138 കോടി രൂപ. 6-ാം സ്ഥാനത്ത് ഡ്രാഗൺ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 151 കോടി രൂപ. 5-ാം സ്ഥാനത്ത് ഗെയിം ചേഞ്ചർ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 178 കോടി 35 ലക്ഷം രൂപ. 4-ാം സ്ഥാനത്ത് തുടരും ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 232 കോടി 60 ലക്ഷം രൂപ. 3-ാം സ്ഥാനത്ത് ഗുഡ് ബാഡ് അഗ്ലി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 245 കോടി 10 ലക്ഷം രൂപ. 2-ാം സ്ഥാനത്ത് സംക്രാന്ത് കി വസ്തുനം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 248 കോടി 15 ലക്ഷം രൂപ. 1-ാം സ്ഥാനത്ത് എമ്പുരാൻ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 265 കോടി 60 ലക്ഷം രൂപ. ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ ടോപ്പ് 10 സൗത്ത് ഇന്ത്യൻ മൂവീസ് വേൾഡ് വൈഡ് ഗ്രോസർ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് എത്തപ്പെടുന്നത്.